നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കായിക അധ്യാപകരില്ലാത്ത വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകി അന്നമനട ഗ്രാമപഞ്ചായത്ത്. ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. കളഞ്ഞുകിട്ടിയ പേഴ്സ് ഉടമസ്ഥന് തിരികെ നൽകി സ്കൂൾ വിദ്യാർത്ഥി മാതൃകയായി. അന്നമനട വെണ്ണൂർ സ്വദേശി പനഞ്ചിക്കപ്പറമ്പിൽ ജിനേഷിന്റെ മകൻ ധീരജ് കൃഷ്ണയാണ് വഴിയിൽ നിന്നും ലഭിച്ച പണമടങ്ങിയ പേഴ്സ് തിരികെ ഏൽപ്പിച്ച് മാതൃകയായത്. പുല്ലൂറ്റ് പാലം മുതൽ കരുപ്പടന്ന പാലം വരെയുള്ള കൊടുങ്ങല്ലൂർ നഗരപ്രദേശത്തെ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് UDF കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. വാർത്തകൾ വിശദമായി. കായിക അധ്യാപകരില്ലാത്ത വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകി അന്നമനട ഗ്രാമപഞ്ചായത്ത്. കായിക അധ്യാപകരില്ലാത്ത LP, UP സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ, വോളിബോൾ, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ ചെന്നും തുടർച്ചയെന്നോണം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ പഞ്ചായത്ത് തലത്തിൽ 7 ദിവസം തുടർച്ചയായും പിന്നീട് ആഴ്ചയിലൊരിക്കലും പരിശീലനം നൽകുന്നതാണ് പദ്ധതി. പരിശീലനത്തിന് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ സ്പോർട്സ് അക്കാദമിക്ക് 1 ലക്ഷം രൂപയും കായിക പരിശീലനത്തിന് 1 ലക്ഷം രൂപയും നീക്കിവച്ചു. കൂടാതെ നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ CSR ഫണ്ടിന്റെ സഹായവുമുണ്ട്. പഞ്ചായത്തിലെ എല്ലാ LP, UP സ്കൂളുകൾക്കും കായിക ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട്. മേലടൂർ LP, അന്നമനട UP സ്കൂളുകളിലേക്ക് ഇൻഡോർ ജിം സ്ഥാപിച്ച് കായിക പരിശീലനത്തിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. CI മജീദ്, രമേശ്, ജിതേഷ് PD, കബീർ എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. 7 ദിവസം നീണ്ടുനിന്ന പരിശീലന ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് കായിക അധ്യാപകരില്ലാത്ത സ്കൂളുകളിലേക്ക് അവർക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഇടപെടണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ എഡ്യൂക്കേഷൻ സമിതിയിലൊക്കെ തന്നെ വലിയ ചർച്ചയും നിർദ്ദേശം വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് നമ്മൾ കഴിഞ്ഞ വർഷം എല്ലാ സ്കൂളുകളിലേക്കും കായിക ഉപകരണങ്ങൾ നമുക്ക് എല്ലാ സ്കൂളുകളിലേക്കും കൊടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ അന്നമനട സ്കൂളിലും അന്നമനട GUPSലും മേലടൂർ സ്കൂളിലും കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അവിടെ ക്ലാസ് റൂമുകളിൽ ഇൻഡോർ ജിമ്മ് നമ്മൾ ഏർപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ഗ്രൗണ്ടിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ സാങ്കേതിക ചില കാര്യങ്ങൾ കൂടി ഒഴിവാക്കിയാൽ ഈ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലും ഏറ്റവും നന്നായി നമ്മുടെ വോളിബോളിലും അതോടൊപ്പം ബാസ്ക്കറ്റ് ബോളിലും ഷട്ടിലും പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി 36 സെൻറ്റ് സ്ഥലം നമ്മുടെ മാർട്ടിൻ പുഴയൽപ്പറമ്പിൽ തന്നതിൻ്റെ ഭാഗമായി അവിടെ 1,25,00,000 രൂപയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ സംഘടിപ്പിച്ചു. നീറ്റ ജലാറ്റിൻ ഹെഡ് പോളി സെബാസ്റ്റ്യൻ, മഞ്ജു സതീശൻ, KK രവി നമ്പൂതിരി, ഡേവിസ് കുര്യൻ, ഷീജ നസീർ, സൂരജ്, എബി സെബാസ്റ്റ്യൻ, കോച്ച് മജീദ്, രമേശ് എന്നിവർ പങ്കെടുത്തു. കളഞ്ഞുകിട്ടിയ പേഴ്സ് ഉടമസ്ഥന് തിരികെ നൽകി സ്കൂൾ വിദ്യാർത്ഥി മാതൃകയായി. അന്നമനട വെണ്ണൂർ സ്വദേശി പനഞ്ചിക്കപ്പറമ്പിൽ ജിനേഷിന്റെ മകൻ ധീരജ് കൃഷ്ണയാണ് വഴിയിൽ നിന്നും ലഭിച്ച പണമടങ്ങിയ പേഴ്സ് തിരികെ ഏൽപ്പിച്ച് മാതൃകയായത്. മാള പള്ളിപ്പുറം സ്വദേശി ഗിരീഷിന്റെ 3520 രൂപ അടങ്ങിയ പേഴ്സാണ് നഷ്ടപ്പെട്ടത്. സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള സൈക്കിൾ യാത്രയിലാണ് പണമടങ്ങിയ പേഴ്സ് വഴിയിൽ നിന്ന് ധീരജിന് കിട്ടിയത്. തുടർന്ന് പേഴ്സ് കിട്ടിയ വിവരം വീട്ടുകാരെ അറിയിക്കുകയും നവമാധ്യമ ഗ്രൂപ്പുകളിലൂടെ അറിയിക്കുകയും ചെയ്തു. പഞ്ചായത്ത് അംഗം സുനിത സജീവന്റെ സഹായത്തോടെ പേഴ്സിന്റെ ഉടമ പ്രവാസിയായ ഗിരീഷിനെ കണ്ടെത്തുകയും പേഴ്സ് കൈമാറുകയും ചെയ്തു. മേലടൂർ സർക്കാർ സമിതി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ധീരജ്. മികച്ച മാതൃക കാണിച്ച് സ്കൂളിന്റെ അഭിമാനമായ ധീരജിനെ സ്കൂൾ അധികൃതർ അനുമോദിച്ചു. പുല്ലൂറ്റ് പാലം മുതൽ കരുപ്പടന്ന പാലം വരെയുള്ള കൊടുങ്ങല്ലൂർ നഗരപ്രദേശത്തെ 5 കിലോമീറ്റർ ദൂരം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് UDF കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. റോഡിലെ കുഴികളിൽ വീണ് നിരവധി പേർ അപകടങ്ങളിൽപ്പെടുകയും കഴിഞ്ഞ ദിവസം ചാപ്പാറയിൽ ഒരാൾ മരണപ്പെട്ട ദാരുണമായ സംഭവം ഉണ്ടായി. പ്രതിഷേധ സമരത്തിന്റെ 3ാം ഘട്ടമായാണ് ഒപ്പുശേഖരണം നടത്തിയത്. ജനകീയമായ ഈ ആവശ്യം നേടിയെടുക്കുന്നതിനും അപകടത്തിൽ മരണപ്പെട്ട സഗീറിന്റെ കുടുംബത്തിന് ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് പൊതു താൽപര്യ ഹർജി നൽകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഒപ്പുശേഖരണം നടത്തിയത്. രാവിലെ 9 മണി മുതൽ 6 മണി വരെ പുല്ലൂറ്റ് 4 കേന്ദ്രങ്ങളിലായാണ് ഒപ്പുശേഖരണം നടന്നത്. രാവിലെ ചാപ്പാറ സെന്ററിൽ നടന്ന യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി TM നാസർ ഒപ്പുശേഖരണം ഉദ്ഘാടനം നിർവഹിച്ചു. മരണപ്പെട്ട സഗീറിന്റെ സഹോദരൻ നിസാർ ചടങ്ങിൽ പങ്കാളിയായി. വൈകിട്ട് നാരായണമംഗലം ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം
മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി PI നിസാർ ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നബാർഡിന്റെ സഹകരണത്തോടെ തഴപ്പായ തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത ഭൗമസൂചിക പദവി നേടിക്കൊടുക്കുന്നതിനായുള്ള സെമിനാറും രജിസ്ട്രേഷൻ നടപടികളും നടന്നു. ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ ഉത്ഭവമുള്ളതും ആ സ്ഥലത്തിന് പ്രത്യേകമായ ഗുണങ്ങളോ പ്രശസ്തിയോ സവിശേഷതകളോ ഉള്ളതുമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ലേബൽ അല്ലെങ്കിൽ അടയാളമാണ് GI രജിസ്ട്രേഷൻ. കിഡ്സ് കോട്ടപ്പുറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനേസർ ആന്റണി അധ്യക്ഷത വഹിച്ചു. GI കൺസൾട്ടന്റും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ LC സെമിനാർ നയിച്ചു. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് മെമ്പർ മനാഫ് അഴീക്കോട്, കിഡ്സ് തഴപ്പായ ഫെഡറേഷൻ കോർഡിനേറ്റർ ഫ്രാൻസിസ് KC, എറിയാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറും കിഡ്സ് ആനിമേറ്ററുമായ ലൈല സേവ്യർ, കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് എന്നിവർ സംസാരിച്ചു. KPMS മുൻ സംസ്ഥാന കമ്മിറ്റി നേതാവ് കാട്ടത്തറ വേലായുധൻ 7ാം ചരമദിനാനുസ്മരണം നടന്നു. മാള യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറപ്പുറത്ത് നടന്ന അനുസ്മരണ യോഗം KPMS സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി വിനയൻ മംഗലപ്പിള്ളി, ജില്ലാ സെക്രട്ടറി EK മോഹൻദാസ്, ജില്ലാ ട്രഷറർ PC ബാബു, ജില്ലാ കമ്മിറ്റി അംഗം തങ്കമ്മ വേലായുധൻ, EV ഹരിഹരൻ, AP സ്വാമിനാഥൻ, സുനിൽ മാട്ടിന്മേൽ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കായിക അധ്യാപകരില്ലാത്ത വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകി അന്നമനട ഗ്രാമപഞ്ചായത്ത്. ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. കളഞ്ഞുകിട്ടിയ പേഴ്സ് ഉടമസ്ഥന് തിരികെ നൽകി സ്കൂൾ വിദ്യാർത്ഥി മാതൃകയായി. അന്നമനട വെണ്ണൂർ സ്വദേശി പനഞ്ചിക്കപ്പറമ്പിൽ ജിനേഷിന്റെ മകൻ ധീരജ് കൃഷ്ണയാണ് വഴിയിൽ നിന്നും ലഭിച്ച പണമടങ്ങിയ പേഴ്സ് തിരികെ ഏൽപ്പിച്ച് മാതൃകയായത്. പുല്ലൂറ്റ് പാലം മുതൽ കരുപ്പടന്ന പാലം വരെയുള്ള കൊടുങ്ങല്ലൂർ നഗരപ്രദേശത്തെ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് UDF കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.